നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിഞ്ഞ് കോഴിക്കോട് സ്വദേശി അർജുനെ കാണാതായിട്ട് 7 ദിവസമാകുന്നു. പ്രിയപ്പെട്ട അർജുന് വേണ്ടി കേരളക്കരയാകെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. കരയിലും പുഴയിലും തെരച്ചിൽ തുടരുന്നു. റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ 2 ഇടങ്ങളിൽ നിന്ന് സിഗ്നൽ ലഭിച്ചു. എന്നാൽ അർജുൻ സഞ്ചരിച്ച വാഹനത്തിന്റെ സിഗ്നലാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമായിട്ടില്ല. ഗംഗാവലി പുഴയിൽ മൺകൂനിയുള്ള സ്ഥലത്ത് സ്കൂബ ഡൈവേഴ്സിന്റെ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. അതേസമയം കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. നമ്മളെ മാത്രമല്ല ലോൽക്ക് ആവശ്യം രഞ്ജിത്തിനെ പിടിച്ചു തള്ളിയോ? രഞ്ജിത്തിന് മോന്തൊക്കെ ഒരു അടിയൊക്കെ കിട്ടിക്കണെന്ന് രഞ്ജിത്ത് പറയുന്നുണ്ട്. അടി തുടങ്ങിയിട്ടാണ് എന്റെ അടുത്തേക്ക് വരുന്നത്. രഞ്ജിത്ത് അവിടെ ഇല്ലേ? ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഓഫീസറോട് പറഞ്ഞത് എന്താ പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ പോയിക്കോളാം, ഇതിന് വേണ്ടിട്ട് സമ്മതം വാങ്ങാൻ വേണ്ടി ഞാൻ പോയിക്കോളാം, ഇവരെ എല്ലാരും പുറത്താക്കരുത്. അപ്പൊ 1/2 മണിക്കൂർ ഇവർക്ക് അവിടെ ഇപ്പൊ നിൽക്കാനുള്ള പെർമിഷൻ അയക്കുന്നു. അതൊക്കെ ഇപ്പൊ ഇങ്ങനെ തടയല്ലേ, ഇതിപ്പോ സ്ലോ ആയില്ലേ. ഈ അടിന്റെ ഇടയിൽ എല്ലാരും നോക്കിക്കുമല്ലോ, അങ്ങനെയാണ് ഇപ്പൊ സ്ലോ ആയത്. അതെ, അല്ല, രക്ഷാപ്രവർത്തനം നമ്മൾ പാടില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മളവിടെ ഒരു 100-150 ആൾക്കാരുണ്ട്. ഞാൻ ആ 100-150 ആൾക്കാരെ പേര്, ഒറ്റ പേര് മാത്രം എഴുതാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ 2 ദിവസം വേണ്ടി വരും. നമ്മൾ ആളുകളൊക്കെ ഉണ്ടല്ലോ അവിടെ, മേലെ ഉണ്ടല്ലോ, മലയാളികൾ മൊത്തം മലയാളികളല്ലേ. നമ്മൾ പാടില്ല അവിടെ. അപ്പൊ ഇനി അഥവാ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവന് ഭീഷണി ഉണ്ട്, ഇത് എപ്പോഴും ഇടിയുന്നാ പറയണത്. സൈറ്റ് ഇത് തന്നെ പറയണത്, ഇതുവരെ ഇടിഞ്ഞില്ല. സൈറ്റ് ഇതുവരെ ഇടിഞ്ഞിട്ടില്ല. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങൾ പിന്മാറണം എന്നാണ് പറയുന്നത്. മണ്ണിടിച്ചിലിന്റെ സാധ്യത ഒരു കാരണം പറയണേ, മിലിറ്ററിക്കാർക്ക് നമ്മൾ കാരണം ബുദ്ധിമുട്ടാണെന്ന് പറയണേ. ഇതൊന്നുമില്ല. മെയിൻ ആയിട്ട് എഫക്റ്റീവ് പണി നടന്നുകൊണ്ടിരിക്കുന്ന മലയാളികൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ്. ഈ രൂപത്തിൽ പോയ ഡെയിലി ഇങ്ങനെ ഓരോ തടസ്സങ്ങളല്ലേ. ഇന്ന് രാവിലെ രഞ്ജിത്തും ബാക്കിയുള്ള എന്റെ ബ്രദേഴ്സും അവരൊക്കെ കൂടി രാവിലെ കയറുമ്പോ ഉന്തും തള്ളും കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നത്. എന്നും ഇതന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ല, അവരൊക്കെ നല്ല ബന്ധങ്ങളല്ലേ. ഈ വരുന്ന ആളുകൾ വെറുതെ ഇങ്ങനെ ഓരോ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കണം എന്നുള്ളതാണോ സർക്കാരിന്റെ ഭാഗത്ത്? എന്തിനാ അറിയില്ല. ഞാൻ ഇപ്പൊ ചോദിച്ചു, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വെറുതെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്നാ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ ഉദ്യോഗസ്ഥൻ ഇപ്പൊ സമയം എത്ര ആയിണ്ടാവും? ഈ സമയത്താണ് വന്നത്, എന്നാ രാവിലെ വന്നൂടെ? സിഗ്നൽ ലഭിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അതിലൊരു പ്രതീക്ഷയില്ല, വാഹനമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതൊന്നും ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. എവിടാണോ ആ സിഗ്നൽ വരുന്നത് അവിടെ ഒരു പണി എടുക്കണ്ട. മണ്ണ് മാറ്റുന്നതിന് നമ്മളാരും തടസ്സമല്ലല്ലോ. ഇല്ല, നമ്മൾ മണ്ണ് മാറ്റി പോകണമെന്നല്ലേ പറയണത്. ഓൾറെഡി വാഹനങ്ങൾ കുറവാണ്. ഈ ലോറി ഒക്കെ കേടുവന്ന് കിടക്കുകയാണ്. ലോറി ആകെ 4 എണ്ണം ഉള്ളു കയ്യില്. ഉള്ള 4 എണ്ണം വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഈ ലോങ്ങിലേക്ക് വരണ്ടങ്ങി. ലോറി ഉടമ മനാഫിന്റെ പ്രതികരണമാണ് കേട്ടത്. 7 ദിവസമായി മലയാളികൾ ഒന്നടങ്കം അർജുന് വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷേ നിരാശപ്പെടുത്തുന്ന ഒരു സമീപനമാണ് ഈ അവിടുത്തെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നാണ് മനാഫ് ആരോപിക്കുന്നത്. ശിരൂരിൽ നിന്ന് KV ബൈജു, വിനേഷ് കുമാർ, MG മിഥുൻ എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം MG മിഥുനിലേക്കാണ്. മിഥുൻ, പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്. അതായത് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ 2 ഇടങ്ങളിൽ നിന്ന് സിഗ്നൽ ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് ഈ അർജുൻ സഞ്ചരിച്ച വാഹനത്തിന്റെ സിഗ്നൽ ആണോ എന്ന കാര്യത്തിൽ ഇതുവരെയും സ്ഥിരീകരണമായിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു പ്രതീക്ഷയുടെ ചെറിയ ഒരു സൂചനകൾ ലഭ്യമാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും. പക്ഷേ ഈ മനാഫിന്റെ പ്രതികരണത്തിൽ നിന്നും മലയാളികളെ അവിടേക്ക് പ്രവേശിപ്പിക്കുന്നില്ല, അവിടെ മറ്റ് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നു. എന്താണിപ്പോൾ അവിടെ സംഭവിക്കുന്നത്? ഏറെ നിർണായകമായിട്ടുള്ളൊരു മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ എന്താണ് ഏറ്റവും ഒടുവിൽ ഈ ശിരൂരിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരം മിഥുൻ? തീർച്ചയായും, അതായത് നിലവിൽ ഊർജിതമായി തന്നെ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നിലവിൽ 2 സിഗ്നലുകൾ ഈ ഒരു റഡാറുകളിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതനുസരിച്ച് അത് ഈ നാലുവരി പാതയുടെ ആ കരഭാഗത്ത് തന്നെയാണ്, ഈ കഴിഞ്ഞ ദിവസം മണ്ണ് മാറ്റിയിട്ടുള്ള ആ ഭാഗത്ത് തന്നെയാണ് ഈ സിഗ്നലുകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അവിടെ ഇപ്പോൾ നിലവിൽ അവിടുത്തെ മണ്ണുകൾ മാറ്റുന്ന നടപടികളിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. കൂടാതെ തന്നെ അവിടെ നിരവധി പാറകൾ വന്ന് അടിച്ചിട്ടുണ്ട്. ഈ പാറകൾ പൊട്ടിച്ചു മാറ്റിയതിനു ശേഷം മാത്രമാണ് ബാക്കിയുള്ള തരത്തിലേക്ക്, അതായത് ഈ സിഗ്നൽ സംവിധാനം ഏകദേശം 8
8 മീറ്ററോളം താഴ്ചയോട് കുഴിച്ച് അവിടുത്തെ മണ്ണുകൾ നീക്കം ചെയ്യണമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരത്തിലേക്ക് എത്തണമെങ്കിൽ ഈ പാറകളൊക്കെ നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമകരമായ ദൗത്യമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഈ ലോറിയുടെ തന്നെയാണോ എന്നുള്ള അടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പക്ഷേ പ്രതീക്ഷ കൈവിടാതെ തന്നെ മുന്നോട്ട് പോവുകയാണ്. അത് ഈ ലോറി തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെ അതിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മനാഫ് ഉൾപ്പെടെയുള്ളവർ പറയുന്ന പോലെ തന്നെ രഞ്ജിത്തിന് മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്നടക്കമുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. കാരണം നമുക്കറിയാം ഏകദേശം ഒരു 150-ലധികം ഈ മനാഫ് പറയുന്നത് പോലെ തന്നെ 150-ലധികം മലയാളികൾ ഇപ്പോൾ തന്നെ ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി അവിടെയുണ്ട്. പക്ഷേ സൈന്യമുണ്ട്, മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഈ ഒരു സമയത്ത് ഈ ജിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റ് പറയുന്നതനുസരിച്ച് ഒരു പക്ഷേ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. കാരണം മഴ നിരന്തരം അവിടെ ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. മഴ വീണ്ടും പെയ്യുന്നത് കൊണ്ട് തന്നെ മുകളിൽ നിന്ന് വീണ്ടും മണ്ണിടിഞ്ഞ് താഴേക്ക് വീഴാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം കഴിഞ്ഞ ദിവസം ഈ മണ്ണ് നീക്കം ചെയ്ത രീതിയിൽ ആയിരിക്കരുത് ഇന്ന് അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായ നിർദ്ദേശം ജിയോളജിക്കൽ സർവേ വകുപ്പ് മുമ്പോട്ട് വെച്ചിരുന്നു. കാരണം ആ രീതിയിൽ അത്രയും തോതിൽ മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്താൽ ഒരു പക്ഷേ മുകളിൽ നിന്ന് കൂടുതൽ മണ്ണിടിച്ച് താഴേക്ക് വീഴാൻ പോകും. അത് വലിയ അപകടത്തിലേക്ക് പോവുകയും ചെയ്യും. കൂടുതൽ ദൗത്യം ദുഷ്കരമാകുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്യും എന്ന് അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ ജാഗ്രതയോടു കൂടിയാണ് ഇപ്പോൾ അവിടുത്തെ മണ്ണ് നീക്കം ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ എല്ലാം തന്നെ അവിടെ ഉണ്ട് എങ്കിൽ ഒരുപക്ഷേ ഏകദേശം 150-ലധികം മലയാളികൾ അവിടെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ നിർത്തിയാൽ ഒരുപക്ഷെ മറ്റൊരു അപകടത്തിലേക്ക് കൂടി പോകുമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാകാം ഈ ഒരു അവസ്ഥയിൽ അവരെ അവിടെ നിന്ന് മാറ്റണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. അതേസമയം ഈ 4 വരി പാതയ്ക്കും ഒപ്പം തന്നെ ഈ ഗംഗാവലി പുഴയ്ക്കും നടുഭാഗമുണ്ട്. അതായത് ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും ഒപ്പം തന്നെ ചായ കുടിക്കുന്നതിന് വേണ്ടിയൊക്കെ നിർത്തിയിട്ട് വിശ്രമിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ പറയുന്ന ഈ അപകടം നടന്നിട്ടുള്ള പ്രദേശം. അവിടെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു. ആ കട ഉൾപ്പെടെയുള്ളവ ഈ ഒരു മണ്ണിടിച്ചിൽ ഒഴുകി പോയിട്ടുണ്ട്. മണ്ണിടിച്ചിലേക്ക് ഒഴുകിയ മറുവശത്തേക്ക് വീണിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മനാഫ് പറയുന്ന അനുസരിച്ചാണ് എങ്കിൽ ഒരുപക്ഷേ നിലവിൽ ഈ പറയുന്ന പുഴയ്ക്കും ഈ 4 വരി പാതയ്ക്കും ഇടയിലുള്ള ആ ഭാഗത്ത് പരിശോധന നടത്തണമെന്നാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. അതായത് അവിടെ ഇതുവരെയും കൃത്യമായ രീതിയിൽ പരിശോധന നടത്തിയിട്ടില്ല. അവിടെ മണ്ണ് മാറ്റി നീക്കിയുള്ള പരിശോധനകളിലേക്ക് ഇതുവരെയും സൈന്യം കടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നുള്ള ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. മറ്റിടത്തെല്ലാം തന്നെ നിലവിൽ ഇത്രയധികം മണ്ണ് മാറ്റുകയും കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 98% മാറ്റിയെന്നാണ് പറയുന്നതെങ്കിൽ പോലും തന്നെ ഒരു തടി പോലും, അതായത് ഈ ലോറിയാണ് മറിഞ്ഞത്, അത് തടി കയറ്റിക്കൊണ്ടുവന്ന ലോറിയാണ്. അതുകൊണ്ട് തന്നെ ആ ലോറിയിലുണ്ടായിരുന്ന ഒരു തടി പോലും കണ്ടെത്താൻ സാധിക്കാത്ത പശ്ചാത്തലത്തിൽ നിലവിൽ കർണാടക സർക്കാർ പറയുന്നത്, അവിടുത്തെ ജില്ലാ ഭരണകൂടം പറയുന്നത് കരഭാഗത്ത് ഒരു കാരണവശാലും ലോറി ഉണ്ടാകാനുള്ള സാധ്യതയില്ല, അത് 99% ഉറപ്പാണ് എന്നവർ ഉറപ്പിച്ച് പറയുന്നു. NDRFും അതേ സ്വരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത്. പക്ഷേ സൈന്യം അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അതായത് നിലവിൽ ഈ മണ്ണ് മുഴുവൻ നീക്കം ചെയ്ത് അവിടെ അർജുനുണ്ടോ അല്ലെങ്കിൽ മറ്റ് ലോറിയുടെ ഭാഗങ്ങൾ എന്തെങ്കിലും കണ്ടെത്താനാകുമോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ആ ദൗത്യത്തിൽ നിന്ന് പിന്മാറൂ. പിന്നീട് മാത്രമേ മറ്റ്, അതായത് ഇപ്പോൾ നാവികസേനയുടെ ഭാഗത്ത് നിന്നും ഒപ്പം തന്നെ സ്കൂബ ഡൈവേഴ്സിന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഗംഗാവലി പുഴയിലും ഈ മൺകൂനകൾ ഉള്ള ആ പ്രദേശത്തുമൊക്കെ ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. മെറ്റൽ ഡിറ്റക്ടർ അടക്കമുള്ള സംവിധാനങ്ങൾ, അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ പരിശോധനകൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. അതിലൂടെയാണ് ഇപ്പോൾ ഈ 2 സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഈ സിഗ്നൽ സാധാരണഗതിയിൽ നമുക്കറിയാം അത് ലോറിയുടെ ആണോ എന്ന് നമുക്ക് കണ്ടെത്താനാകില്ല. മറ്റേതെങ്കിലും കല്ലോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളോ ആണ് എങ്കിൽ അത് തിരിച്ചറിയാൻ സാധിക്കും. കാരണം അതിൻ്റെ ഒരു സിഗ്നൽ ലഭിക്കുമ്പോൾ അതിൻ്റെ ഒരു അലാറം തന്നെ വ്യത്യാസമുണ്ടാകും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് മെറ്റൽ ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങളാണോ അതോ കല്ലോ അതോ അടക്കമുള്ള സാധനങ്ങളാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്ന് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ അത്യാധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെന്നൈയിൽ നിന്നും പൂനെയിൽ നിന്നും എത്തിച്ച ആ സംവിധാനങ്ങളും റഡാറുകളും ഈ മെറ്റൽ ഡിറ്റക്ടറും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പരിശോധന പുരോഗമിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ കരഭാഗത്ത് തന്നെ ഈ 4 വരി പാതയുടെ സമീപത്ത് അപകടമുണ്ടായ സമീപത്തുള്ള മണ്ണ് മാറ്റിക്കൊണ്ട് അവിടെ ഈ സിഗ്നൽ കണ്ട ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ കണ്ടെത്താനാകുമോ, അത് ലോറിയുടെ പാർട്സ് വല്ലതും ആണോ എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇവർ പരിശോധിക്കുന്നത്. എന്തായാലും പുഴയുടെ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഈ നടുഭാഗത്ത് ഞാൻ പറഞ്ഞ ആ മേഖലയിൽ ഇതുവരെയും അവിടുത്തെ മണ്ണ് നീക്കം ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അവിടെ നിന്ന് മണ്ണ് നീക്കുമ്പോൾ ഒരുപക്ഷേ റോഡിൽ നിന്ന് മണ്ണ് വീണ്ടും അതായത് റോഡിലെ മണ്ണ് നദിയിലേക്ക് പതിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ളൊരു ദുർഘടമായ സ്ഥിതിവിശേഷം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതും കൂടി മുൻകരുതലായി കണ്ടുകൊണ്ട് തന്നെ വേണ്ട വിധം മറ്റു വിദഗ്ധരുടെയൊക്കെ അഭിപ്രായം കേട്ടതിനു ശേഷം മാത്രമേ അവിടുത്തെ മണ്ണ് നീക്കാവൂ എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇനി കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
മിഥുൻ, നേരത്തെ ഈ ലോറി ഉടമ മനാഫ് ഈ ഭാരത് ബെൻസ് കമ്പനിക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് ഇതിന്റെ GPS സംബന്ധിച്ച വിശദാംശങ്ങൾ, ഈ ലോറിയുടെ GPS സംബന്ധിച്ച വിശദാംശങ്ങൾ ഇതുവരെ നൽകാത്തതാണ് ഈ രക്ഷാപ്രവർത്തനം ഇത്രയേറെ നീളാൻ കാരണമാകുന്നുവെന്ന്. അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടോ, അവിടെ നിലനിൽക്കുന്നുണ്ടോ? ഈ ലോറിയുടെ ഈ കമ്പനി ഉടമകളായിട്ടുള്ള ഭാരത് ബെൻസ് ഈ അധികൃതർക്ക്, രക്ഷാപ്രവർത്തനം നടത്തുന്ന സേനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നുണ്ടോ? അതോ ഈ മനാഫ് സൂചിപ്പിക്കാനനുസരിച്ച് ഈ ലോറി ഉടമയ്ക്ക് ഇതിന്റെ വിവരങ്ങൾ നൽകിയില്ലെന്നാണ് മാത്രമാണോ മനാഫ് ആരോപിക്കുന്നത്? തന്നെ ഈ GPS സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതായത് GPS സിഗ്നൽ കാണിച്ചിരുന്നു ഈ മേഖലയിൽ. പക്ഷേ ഈ വാഹന ഉടമകൾ പറയുന്നതനുസരിച്ച്, വാഹന നിർമ്മാതാക്കൾ പറയുന്നതനുസരിച്ച് ഈ സിഗ്നൽ സംവിധാനം അത് 1/2 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെ വേണമെങ്കിലും, ആ റേഡിയസിനകത്ത് എവിടെ വേണമെങ്കിലും കാണിക്കാം, അവിടെ എവിടെയെങ്കിലും ഈ ലോറി ഉണ്ടാകാം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇഗ്നിഷൻ ഓണാകും, ആ ബാറ്ററി ചാർജ് തീർന്ന മാത്രമേ നമുക്ക് ഈ സംവിധാനം ഉപയോഗിച്ച് ഇത് കണ്ടെത്താൻ സാധിക്കൂ. ഏറ്റവും ഒടുവിൽ എവിടെയാണ് സിഗ്നൽ കാണിക്കുന്നതെന്ന് കൃത്യമായി കണ്ടെത്താൻ സാധിക്കില്ല എന്ന് നിർമ്മാതാക്കൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതടക്കമുള്ള ആരോപണങ്ങളാണ് പ്രധാനമായും മനാഫ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രധാനമായും അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഞാൻ സൂചിച്ച പോലെ തന്നെ ഈ ലോറി വന്ന് പതിച്ചിട്ടുണ്ടാകുന്നത്, അതായത് നിരവധി തവണ ഇത്തരത്തിൽ ലോഡുമായി അർജുൻ പോകാറുണ്ട്. ആ സമയത്തൊക്കെ തന്നെ വിശ്രമിക്കുന്ന സ്ഥലമാണ് ഇവിടെ. അവിടെ നിർത്തിയിട്ടിട്ടുണ്ടാകാം, അതിനകത്ത് വിശ്രമിച്ചിട്ടുണ്ടാകാം. ആ സമയത്ത് ഈ മണ്ണ് ലോറിക്ക് മുകളിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ ലോറി ഒരു പക്ഷേ അതിൻ്റെ ആഘാതത്തിൽ ഈ നടുഭാഗത്തേക്ക്, അതായത് ഈ നദിയുടെയും ഒപ്പം തന്നെ ഈ നാലുവരി പാതയുടെയും നടുഭാഗത്തേക്ക്, ഈ കടകളൊക്കെ ഉണ്ടായിരുന്ന ആ ഭാഗത്തേക്ക് അവിടെ പതിച്ചിട്ടുണ്ടാകാം. അതിന് മുകളിലേക്ക് കൂടുതൽ മണ്ണ് വന്നിട്ടുണ്ടാകാം. അതാണ് അത്രയും മണ്ണ് അവിടെ കിടക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ ഈ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടു കൂടി നേരത്തെ അതിന്റെ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു ടോം. അതായത് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കാഴ്ചയിലായിരുന്നു. അവിടെ വലിയ രീതിയിൽ മരങ്ങളും ഒപ്പം തന്നെ ഈ പറയുന്ന കടകളും വലിയ രീതിയിൽ മണ്ണ് നേരത്തെ തന്നെ കൂട്ടിയിട്ടിരുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു ഈ പറയുന്ന ഈ മറുവശം. ഈ നദിക്കും ഒപ്പം തന്നെ ഈ പറയുന്ന നാലുവരി പാതയ്ക്കും നടുവിലുള്ള ആ ഭാഗം അത്രയും പൊക്കത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 20 അടി താഴ്ചയാണ് ഈ ഒരു ഗംഗാവലി പുഴയിലേക്കുള്ളത്, ഈ റോഡിൽ നിന്നും ഗംഗാവലി പുഴയിലേക്കുള്ളത്. ഈ ഭാഗത്ത് അത്രയും പൊക്കത്തോളം മണ്ണുണ്ടായിരുന്നു. ഇതിന് പുറമെയാണ് ഈ ലോറിയും ഒപ്പം തന്നെ ഈ മണ്ണ് ഉൾപ്പെടെ വന്ന് പതിച്ചിട്ടുണ്ടാകുക. അത് തന്നെയാണ് ഇപ്പോൾ കണ്ടെത്താത്ത രീതിയിൽ, അതായത് മുൻകാലങ്ങളിൽ കണ്ടെത്തിയില്ലാത്ത പോലെ തന്നെ തരത്തിൽ ആ പ്രദേശം മാറുകയും ചെയ്തു. അത്തരത്തിൽ ഫുള്ളി അവിടെ മണ്ണ് കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. ഒപ്പം തന്നെ ഈ നദിക്ക് കുറുകെ പലയിടത്തായി മൺകൂനകൾ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഏകദേശം 25 മുതൽ 35 അടിയോളം താഴ്ചയുണ്ട് ഈ പറയുന്ന ഗംഗാവലി പുഴയ്ക്ക് ആ പ്രദേശത്ത്. അവിടെ അത്രത്തോളം മണ്ണ്, അതിന് മുകളിലേക്ക് മണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഏകദേശം 10 അടിക്ക് മുകളിലേക്ക്, ഈ പുഴയുടെ ആഴത്തേക്കാൾ 10 അടിക്ക് മുകളിലേക്ക് മണ്ണ് അവിടേക്ക് പതിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് എന്തായാലും അധികൃതരുള്ളത്. എന്തായാലും അവിടേക്കുള്ള പരിശോധന, അവിടുത്തെ മണ്ണ് മാറ്റണമെങ്കിൽ അത് കൂടുതൽ സജ്ജീകരണങ്ങൾ വേണ്ടിയതായിട്ടുണ്ട്, കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ സിഗ്നൽ ലഭിച്ച ആ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്ത് ശിരൂരിൽ നിന്ന് KV ബൈജു കൂടി ചേരുന്നുണ്ട്. ബൈജു, ഈ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ 2 ഇടങ്ങളിൽ നിന്ന് സിഗ്നൽ ലഭിച്ചു എന്നാണല്ലോ നേരത്തെ പറഞ്ഞത്. ഇത് ഈ ലോറി എവിടെ ഉണ്ട് എന്ന് കണ്ടെത്താനുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഈ സിഗ്നലിൽ എത്രത്തോളം ആഴത്തിലാണ് ലോറി ഉള്ളത് എന്നത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന അധികൃതർ പങ്കുവയ്ക്കുന്നുണ്ടോ ബൈജു? ടോമെ, പ്രധാനമായും 2 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ സിഗ്നൽ ലഭിച്ചത്. ആ സിഗ്നൽ ലഭിച്ച സ്ഥലത്താണിപ്പോൾ പരിശോധന നടക്കുന്നത്, ഊർജിതമായ തെരച്ചിൽ നടത്തുന്നത് സൈന്യം. ഒപ്പം നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ വിഭാഗം സംസ്ഥാന സർക്കാരിന്റെ സംവിധാനങ്ങളും സൈന്യത്തോടൊപ്പമുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു അവസാന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. വളരെ നിർണായകമായ സമയത്തിലൂടെയാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ഈ വാഹനം കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. അങ്ങനെയെങ്കിൽ അർജുനിലേക്ക് എത്താൻ വളരെ പെട്ടെന്നാകും. മാത്രമല്ല, മറ്റ് 2 ജീവൻ കൂടി ഈ മണ്ണിനടിയിലുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നതിന് തൊട്ടുമാറി വളവിനപ്പുറമാണ് ഈ അപകടം നടന്ന സ്ഥലം. അവിടെ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ ഇപ്പോൾ കയറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. ഇന്ന് മാധ്യമപ്രവർത്തകർക്ക് അവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. പ്രധാനമായും ഇവർ പറയുന്നത് മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ്. വളരെ അനുകൂലമായ കാലാവസ്ഥയാണ് ഇന്ന് തിരച്ചിലിനും. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണിയൊന്നും അവിടെ നിൽക്കുന്നില്ല. ഏതായാലും രക്ഷാപ്രവർത്തനം നടക്കട്ടെ. നമ്മൾ പുറത്തു
തന്നെയുണ്ട്. നമുക്ക് പ്രധാനം അർജുനെ കണ്ടെത്തുക എന്നത് തന്നെയാണ്. അർജുന്റെ ലോറി എവിടെ എന്ന ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് 7 ദിവസമായിരിക്കുന്നു. ഇതുവരെ അതിനൊരു ഉത്തരം കണ്ടെത്താനായിട്ടില്ല. ഒടുവിൽ സൈന്യം എത്തി. സൈന്യം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് എത്തിയത്. ഇന്ന് രാവിലെയാണ് സൈന്യത്തിന്റെ തിരച്ചിൽ ആരംഭിച്ചത്. എന്തായാലും ആധുനിക സംവിധാനങ്ങൾ എത്തും എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ റഡാർ ഉപയോഗിച്ച് നടത്തിയ ഒരു പരിശോധനയിലാണ് ഇത്തരത്തിൽ 2 ഇടങ്ങളിൽ സിഗ്നൽ ലഭിച്ചത്. അത് അർജുന്റെ ലോറി തന്നെ ആകണമെന്നില്ല എന്നതാണ് സൈന്യം പറയുന്നത്. ഒരു പക്ഷേ അത് വല്ല ലോഹങ്ങളോ മറ്റോ കണ്ടാലും റഡാറിൽ ഇത്തരത്തിൽ സിഗ്നൽ പതിയാറുണ്ട്. നേരത്തെ ചെറിയൊരു റഡാർ ഉണ്ടായിരുന്നു. ആ റഡാർ വെച്ച് പരിശോധിച്ചപ്പോഴും ഒരു സിഗ്നൽ ലഭിച്ചിരുന്നു. ആ പ്രദേശം മുഴുവൻ ഇത്തരത്തിൽ കുഴിച്ചു നോക്കിയപ്പോൾ വണ്ടി കണ്ടെത്താനായില്ല. എന്തായാലും പ്രതീക്ഷയോടെ ഇപ്പോൾ റഡാർ സിഗ്നൽ കണ്ട അതേ പ്രദേശത്ത് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അവിടെ നിന്ന് തന്നെ അർജുനെ തിരിച്ചു കിട്ടും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ചെറിയ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ മനാഫ്, നമുക്കറിയാം, ഈ ദുരന്ത മുഖത്ത് ആദ്യം മുതൽ തന്നെ ഉണ്ടായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. നമ്മൾക്ക് അദ്ദേഹത്തിനൊപ്പം നേരത്തെ സന്നദ്ധ ഇതിൽ വന്ന പ്രവർത്തകരെയും ഇത്തരത്തിൽ പുറത്തേക്ക് മാറ്റിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും ആശ്വാസം രഞ്ജിത്തിനോടും പുറത്തു പോകാൻ പറഞ്ഞിരുന്നു. അതിൽ മനാഫ് ഉൾപ്പെടെയുള്ളവർ പുറത്തു വന്നെങ്കിലും രഞ്ജിത്തിന് അവിടെ തുടരാൻ സാധിച്ചിട്ടുണ്ട്. രഞ്ജിത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനത്തിന് പങ്കുവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈന്യത്തിനൊപ്പം രഞ്ജിത്തിന്റെ നമുക്കറിയാം പല ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലും രഞ്ജിത്തിന്റെ സേവനം വളരെ വലുതായിരുന്നു. ഇദ്ദേഹത്തിന് മണ്ണിടിച്ചിലുണ്ടാകുന്ന ഉത്തരാഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന്റെ സേവനം അവർ ഉപയോഗിച്ചതാണ്. എന്തായാലും രഞ്ജിത്ത് ഇപ്പോൾ ആ മേഖലകളുണ്ട്. നമുക്ക് കണ്ടെത്താനാകും, ഈ വാഹനം കണ്ടെത്താനാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തകരും നമ്മളും ഒപ്പം കുടുംബങ്ങളും എല്ലാം തന്നെ ഉള്ളത്. ടോം, ബൈജു, നേരത്തെ ഈ കേരളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരെ പൂർണ്ണമായി അവിടുന്ന് മാറ്റിയെന്ന് പറയുന്നു. മാധ്യമങ്ങളെ അവിടുന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു. രഞ്ജിത്ത് ഒഴികെ മറ്റെല്ലാവരെയും അവിടുന്ന് ഈ സൈന്യം മാറ്റിയതാണോ അതോ അവിടുത്തെ പോലീസിന്റെ നിർദ്ദേശപ്രകാരം മാറ്റിയതാണോ? എന്താണ് ഇതിന് തടസ്സമായി? ഈ മണ്ണിടിഞ്ഞു വീഴാനുള്ള സാധ്യതയ്ക്കപ്പുറം ഇത് മാധ്യമങ്ങളിലൂടെ ഈ വിവരങ്ങൾ പുറത്തു വരേണ്ടതില്ല. കാരണം 7 ദിവസമായി അർജുനെ കണ്ടെത്താനാകാത്തതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുയരുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിലെ വീഴ്ചയാണെന്ന് പറയുന്നുണ്ട്. ഇത്തരം വിമർശനങ്ങൾ ഉൾപ്പെടെ ഉയരുന്നതിന്റെ പശ്ചാത്തലത്തിലാണോ പൂർണ്ണമായും മലയാളികളായിട്ടുള്ള സംഘത്തെ അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നത്? ടോമെ, അക്കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ ഈ കർണാടക സർക്കാർ ഈ രീതിയിലാണ് ഇവിടെ നമ്മളെ മാധ്യമ പ്രവർത്തകരെ അകത്ത് കയറ്റാത്തൊരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇതിൽ കാർവാർ MLA ഇടപെട്ടാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അല്പസമയമെങ്കിലും ഈ ദുരന്ത മുഖത്തെത്താൻ സാധിച്ചത്. ഇവിടെ നിന്നുള്ള എന്താണ് ഇവിടെ ഇത്തരത്തിൽ പ്രവർത്തനം നടക്കുന്നത്, രക്ഷാപ്രവർത്തനം നടത്തുന്നതെന്ന് പൊതുജനങ്ങൾക്ക് അറിയിക്കാൻ സാധിച്ചു. ഇന്ന് നമ്മൾ മാധ്യമങ്ങളെ ഇവിടെ കയറ്റാതിരുന്നത് പ്രധാനമായും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ട് എന്ന ഒരു കാരണം പറഞ്ഞാണ്. പക്ഷേ അത്തരത്തിലൊരു ഭീഷണി ഇല്ലാതെ മനാഫ് തന്നെ വ്യക്തമാക്കിയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ മഴ ചെറിയ തോതിൽ മഴ ഇവിടെ വന്നിരിക്കുന്നു. അല്പസമയം മുമ്പ് ശക്തമായ മഴയാണ് ഈ മേഖലകളിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞാനിവിടെ ഈ തത്സമയം ടോമിനൊപ്പം ചേരുമ്പോൾ നല്ല വെയിലുള്ള ഒരു കാലാവസ്ഥയായിരുന്നു. അത്തരത്തിൽ അടിക്കടി മാറി വരുന്ന ഒരു കാലാവസ്ഥയുള്ള ഒരു പ്രദേശമാണിത്. ഇപ്പോൾ മഴ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ മഴ ഈ രക്ഷാപ്രവർത്തനത്തിന് ബാധിക്കില്ല എന്ന് തന്നെയാണ് സൈന്യവും ഒപ്പം ഈ മനാഫിനൊപ്പമുള്ളവരും മറ്റും രക്ഷാപ്രവർത്തനം എല്ലാം തന്നെ പറയുന്നത്. ഇന്ന് എന്തായാലും രക്ഷാപ്രവർത്തനം ഈ രീതിയിൽ തന്നെ തുടരും. ഒരു പക്ഷേ ഇന്ന് രാത്രി മുഴുവൻ ഇത്തരത്തിലുള്ള തെരച്ചിലുണ്ടാവും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 8:30 തെരച്ചിൽ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഇന്ന് രാത്രി കൂടി തെരച്ചിൽ തുടരാനാണ് സാധ്യത. അത് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നാണ് ഔദ്യോഗികമായ അറിയിപ്പ് വരുന്നത്. ഏതായാലും കരയിലും പുഴയിലും ഉള്ള തെരച്ചിലാണ് ഇപ്പോൾ ഊർജിതമായി ഇവിടെ നടക്കുന്നത്. പുഴയിൽ ഏതെങ്കിലും കാരണവശാൽ ഈ പുഴയുടെ ഈ കുന്നിന് തൊട്ട് താഴെയായി പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയിൽ വലിയ തോതിലുള്ള മണ്ണിടിച്ച് ഈ മണ്ണ് ഇടിഞ്ഞ് അത് നികത്തപ്പെട്ടിട്ടുണ്ട്. ആ പ്രദേശത്ത് ഏതെങ്കിലും കാരണവശാൽ ഇത്തരത്തിൽ അർജുന്റെ ലോറി പെട്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുക. ഏതായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനം ഈ സിഗ്നൽ ലഭിച്ചെടുത്ത് മണ്ണ് എടുത്ത് അവിടെ പരിശോധന നടത്തുകയാണ്. ഏതായാലും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ അവസാന മണിക്കൂറുകളിലെ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ബൈജു തുടരുക, ഉടൻ ബൈജുവിലേക്ക് എത്താം. കാരണം ഈ അർജുന്റെ കുടുംബം വലിയ നിരാശയാണ് ഇതിൽ പങ്കുവയ്ക്കുന്നത്. അർജുനെ കണ്ടെത്താൻ കഴിയാത്തതിൽ നിരാശ കുടുംബം പങ്കുവച്ചു. തെരച്ചിലിന് വേഗം പോരെന്ന് ആവർത്തിച്ചാണ് അർജുന്റെ കുടുംബം നേരത്തെ മാധ്യമങ്ങൾക്ക് മുൻപാകെ എത്തിയത്. ആരെയും കുറ്റപ്പെടുത്താനില്ല, അർജുൻ മണ്ണിനടി തന്നെ ഉണ്ടാകും. അർജുനെ കണ്ടെത്തിയ ശേഷം മാത്രമേ ശിരൂർ വിടുവെന്ന് ബന്ധുക്കൾ അറിയിച്ചതായും
അർജുൻ്റെ സഹോദരി പ്രതികരിച്ചു. ഇത്രയും നമ്മൾ കാത്തിരുന്ന് ഇനിയിപ്പോൾ അവന് ജീവനോടല്ലെങ്കിലും എന്തെങ്കിലും ഒരു ഇത്രയും ദിവസത്തെ ഞങ്ങൾ കാത്തിരിപ്പിനൊരിത് വേണമല്ലോ. മണ്ണിന്റെ അടിയിൽ പെട്ടുപോയി മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ മലേന്റെ അടിയിലേക്ക് പോകില്ലല്ലോ. ആ വന്നടിഞ്ഞ മണ്ണിന്റെ അടിയിലോ അല്ലെങ്കിൽ ആ പുഴയിലോ ഉണ്ടാവും അവനോ ആ വണ്ടിയോ. അപ്പം അത് നമുക്ക് കിട്ടിയേ പറ്റൂ. ഇന്നിപ്പോ പിന്നെ കരയിലും അതുപോലെ തന്നെ വെള്ളത്തിലും ഒരേപോലെ തന്നെ തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സൈന്യം ഇറങ്ങുന്നുണ്ട്. കുറച്ചും കൂടി പ്രതീക്ഷ. അതായത് ഇന്നലെ വലിയ രീതിയിലുള്ള തെരച്ചിലും കാര്യങ്ങളും നടന്നിട്ടില്ല, അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാന്ന് തന്നെയാണ് നമ്മുടെ. പിന്നെ എല്ലാവരും നമുക്ക് വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റൂല, പക്ഷെ നമ്മുടെ ഭാഗത്ത് നമ്മൾ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് സഹോദരങ്ങളും എല്ലാവരും തന്നെ അവിടെ എത്തി നമുക്ക് വേണ്ടി അത്രയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ആളുകളാണെങ്കിൽ കൂടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷെ ഞങ്ങളെയും കൂടി വിധിയോണ്ടായിരിക്കും ഇത് ഇത്രയും ലാഗിങ്ങും കാര്യങ്ങളും വന്നത്. ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുകയാണ്. സർക്കാരിന്റെ ഫലപ്രദമായ ഇടപെടൽ തന്നെയല്ലേ കേരളത്തിൽ നിന്നുണ്ടാകുന്നത്? കേരളത്തിൽ നിന്നുള്ള സർക്കാരും പ്രതിപക്ഷമാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ പൊളിറ്റിക്സിന്റെ ഒരു രീതിയിലല്ല, നമുക്ക് എല്ലാവരും ഇവിടെ വന്നിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഇടപെടലാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നതും. പിന്നെ മീഡിയ നിങ്ങളിപ്പം എങ്ങനെയാ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന അറിഞ്ഞൂടാ. അത്രയും എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും അതാണ് പറയുന്നത്, മീഡിയ നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും അച്ചീവ് ആവില്ലായിരുന്നു. അപ്പം മീഡിയനോടൊരു ഇതുള്ളതുകൊണ്ടാണ് നമ്മുടെ എല്ലാവരും തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഇന്നും കൂടിയും നമുക്കൊരു തുമ്പ് കിട്ടിയില്ലെങ്കിൽ ഇനിയിപ്പം എന്ത് രീതിയിൽ അവന് കിട്ടുക അറിയില്ല. നമുക്ക് കാണാൻ പറ്റുമെന്നും അറിയില്ല. ഇനിയിപ്പം ഏതവസ്ഥയിൽ അവനെ കിട്ടുമെന്നും അറിയില്ല. ഏതായാലും അവർ ഇത്രയും കാലം അവിടെ നിന്ന് നമ്മൾ സ്ട്രഗിൾ ചെയ്ത്, നിങ്ങളെല്ലാവരും ഞങ്ങളെ കൂടെ നിന്ന് സ്ട്രഗിൾ ചെയ്ത്, അപ്പം നമുക്ക് എന്താണെങ്കിലും ഒരു ചെറിയൊരു തുമ്പ് അവൻ്റെ ഞാൻ പറയുന്നില്ല, ആ ഒരു ഇത് കിട്ടണം. ഇന്ന് നമുക്ക് അവരല്ലാതെ അവിടെ നിന്ന് തിരിച്ചു വരൂല, അവിടെ നിൽക്കുന്ന ആളുകളല്ലാതെ തിരിച്ചു വരൂല എന്നാ പറയുന്നത്. വേഗതയിലൊന്നും അവർക്ക് ഇന്നലെ കൂടിയും വിശ്വാസമല്ല. എന്തുകൊണ്ടാണ് ഇവർ ലാഗ് ചെയ്യുന്നത് നമുക്ക് അറിയില്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ, നമുക്ക് ആരും കുറ്റപ്പെടുത്താനല്ല, കാരണം എല്ലാ സന്നാഹങ്ങളും നമ്മളൊരു ഈ ഒരു ഇടപെടലുകൊണ്ടും നിങ്ങളെല്ലാവരുടെയും ഇതുകൊണ്ടാണ് അവിടെ എത്തിയതും. അപ്പം നമുക്ക് അവരെങ്ങനെ കുറ്റം പറയുന്നില്ല, ആരും ഒന്നും സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല. നമുക്ക് എന്തായാലും ഇന്ന് അത്രയും നിങ്ങളെല്ലാവരും ഒരു സപ്പോർട്ട് വേണം. കാരണം അവിടെ തെരച്ചിലൊരു ചെറിയൊരു വിട്ടുവീഴ്ച എന്ന് വന്നാൽ നമുക്ക് എല്ലാ ഇതും നഷ്ടപ്പെടും. 7 ദിവസമായി, ഒരാഴ്ചയായി. അപ്പം വെള്ളത്തിലും കരയിലും ഒരേ മാതിരി തന്നെയുള്ള തിരച്ചിൽ നടത്തണം. എന്താണെങ്കിലും വണ്ടി അവിടെ ഉണ്ട്. ഇപ്പോൾ GPS ലൊക്കേഷനിൽ നിൽക്കണം എന്നില്ലല്ലോ. അത്രയും വലിയ സ്ലൈഡ് വരുമ്പം മുന്നോട്ട് പോകും, നദിയിലേക്ക് പോകും, ഇടത്തോട്ട് പോകും. ബാക്കിയെല്ലാം നമ്മളൊരു ഹോപ്പാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ഭയങ്കര വിശ്വാസമാണ്. വിശ്വാസങ്ങളൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മണ്ണിന്റെ അടിയിൽ തന്നെ ഉണ്ടാവാനാ സാധ്യത. കാരണം അത്രയും നീക്കം ചെയ്തിട്ടില്ല, ഇനി അത്രയും മണ്ണെടുക്കാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വിനേഷ് കുമാർ ചേരുന്നുണ്ട് അർജുൻ്റെ വീട്ടിൽ നിന്നും. വിനേഷ്, ഏറെ വിഷമത്തോടെ സങ്കടത്തോടെയാണ് അർജുൻ്റെ സഹോദരി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇതിൽ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ ഈ തിരച്ചിലിന് വേഗം പോരാന്ന് അവർ പറയുന്നു. ഇതുപോലുള്ള ഒരു വേദനിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന അവസ്ഥയാണെങ്കിൽ പോലും വളരെ പക്വതയോടുകൂടിയാണ് അവർ പ്രതികരിക്കുന്നത്. ആരെയും കുറ്റപ്പെടുത്താൻ പോലും തയ്യാറാകുന്നില്ല. എന്താണിപ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു പ്രതീക്ഷ എന്താണ്? കാരണം ഇത്രയും ദിവസമായി തങ്ങളുടെ പ്രിയപ്പെട്ടവൻ അർജുനെ കാണാതായിട്ട് 7 ദിവസമാകുമ്പോഴും ഒരു രീതിയിലുള്ള സൂചനകളും ഇതുവരെയും ഉണ്ടാകാത്തതിൻ്റെ നിരാശ, വിഷമം അവർ പങ്കുവയ്ക്കുന്നുണ്ടോ വിനേഷ്? ടോം, കഴിഞ്ഞ 7 ദിവസം, ഇന്ന് 7 ദിവസമായിട്ടും യാതൊരു വിധത്തിലുള്ള സൂചന, അതായത് അർജുൻ സഞ്ചരിച്ച ഭാരത് ബെൻസ് ലോറിയെ കുറിച്ചോ യാതൊരു സൂചന പോലും ലഭിച്ചില്ല എന്നുള്ളതാണ്. അതിലാണ് അവരുടെ ഒരു അതായത് അവര് വിമർശിക്കുന്നില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ സർക്കാർ വീഴ്ചയെ കുറിച്ച് പറയുന്നില്ല, അതായത് കർണാടകയുടെ വീഴ്ചയെ കുറിച്ചൊന്നും അവർ പറയുന്നില്ലെങ്കിൽ പോലും പൊതുവെ വീട്ടുകാർക്കും നാട്ടുകാർക്കും കർണാടക പോലീസിനും അവിടുത്തെ രക്ഷാ സേനയ്ക്കും ഉണ്ടായിരിക്കുന്ന വീഴ്ച സംബന്ധിച്ച് തന്നെയാണ് പറയാനുള്ളത്. തുടക്കത്തിൽ ഇത് വളരെ കാര്യക്ഷമമായുള്ള ഒരു തെരച്ചിൽ നടത്തുകയും മണ്ണ് നീക്കം ചെയ്യുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അർജുന്റെ ജീവൻ തന്നെ തിരിച്ചു കിട്ടുമായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെയുള്ള പ്രദേശവാസികളും അതുപോലെ തന്നെ ബന്ധുക്കളും ഒക്കെ പറയുന്നത്. ഇത്ര ദിവസം കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോഴും നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യ വലിയ കുതിച്ചുചാട്ടം നടത്തുന്ന ഒരു കാലത്ത് പോലും ഈ ഇത്തരത്തിൽ ഒരു ഇത് കണ്ടെത്തുന്നതിന് വേണ്ടി, അതായത് ലോറിയും അവരുടെ മൊബൈൽ ഫോൺ കയ്യിലുണ്ട്, ഇത് വെച്ചുകൊണ്ട് ലൊക്കേറ്റ് ചെയ്യുന്നതിന് പോലും
പറ്റാത്തൊരു സാഹചര്യം, അതായത് ഇത്രയും ടെക്നോളജി വളർന്നിട്ട് പോലും അത് കാര്യക്ഷമമായി ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിമർശനം പൊതുവെ ഉണ്ട്, പൊതുസമൂഹത്തിനുമുണ്ട്, അവരുടെ വീട്ടുകാർക്കുണ്ട്, സ്വാഭാവികമാണ്. അപ്പോ അത്തരം കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇപ്പൊ എന്തായാലും ഈ റഡാറിൽ സിഗ്നൽ വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതികരണം എന്തായാലും അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. റഡാറിൽ സിഗ്നൽ വന്നിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കാണാതായിരിക്കുന്ന ലോറികളിൽ നിന്നാണോ എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തതയില്ല. എന്തോ ഒരു ലോഹത്തിൽ സാധാരണ നിലയിൽ ഇത്തരത്തിൽ കാണാതായ ലോഹങ്ങളിൽ നിന്നുള്ള സിഗ്നലാണിത്. മണ്ണിനടിയിൽ നിന്ന് ലോഹത്തിൽ നിന്ന് വരുന്ന ലോഹമുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു സിഗ്നലാണിത്. അതുകൊണ്ട് അത് ലോറി തന്നെ ആയിക്കൊള്ളണം എന്നുള്ളതില്ല. എങ്കിൽ പോലും അതൊരു പ്രതീക്ഷ തന്നെയാണ് എന്തായാലും നാട്ടുകാരുടെയും അതുപോലെ തന്നെ വീട്ടിലുള്ളവരുടെയും ബന്ധുക്കളുടെ എല്ലാം തന്നെ. ഈ ഗംഗാവാലി പുഴയിലാണോ അതോ കരയിൽ തന്നെയാണോ ഈ മണ്ണിടിഞ്ഞ് വിനേഷ് സൂചിപ്പിക്കുന്ന പോലെ ഇത്രയും സാങ്കേതിക സംവിധാനങ്ങളെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അർജുനെ കണ്ടെത്താൻ കഴിയാത്തതെന്ന ചോദ്യമാണ് കുടുംബം ഉയർത്തുന്നത്, പൊതുസമൂഹം ഉയർത്തുന്നത്. എന്തായാലും ഇതിനു മുൻപ് സമാനമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ബ്രിഗേഡിയർ സനൽകുമാർ കൂടി തത്സമയം ചേരുന്നുണ്ട്. എന്താണ് ഇതിന്റെ തടസ്സമായി നിൽക്കുന്നത്, ഇതിന്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട പല അനുഭവങ്ങളും പങ്കുവയ്ക്കാനുണ്ടാകും, ഇതിന്റെ സാധ്യതകളെക്കുറിച്ച് പറയാനുണ്ടാകും. അതിലേക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞ് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടി കരയിലും പുഴയിലും തെരച്ചിൽ തുടരുകയാണ്. റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ 2 ഇടങ്ങളിൽ നിന്ന് സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ചെറിയൊരു പ്രതീക്ഷ തന്നെയാണ് അത് പങ്കുവയ്ക്കുന്നത്. നേരത്തെ KV ബൈജുവും പറഞ്ഞത് ഇനിയുള്ള മണിക്കൂറുകൾ ഏറെ നിർണായകമെന്നാണ്. പക്ഷേ കുടുംബം വലിയ നിരാശ പ്രകടിപ്പിക്കുന്നുണ്ട്. അവിടെ എത്തിയിട്ടുള്ള ഈ ഷിരൂരിലെത്തിയിട്ടുള്ള മലയാളികളായ രക്ഷാപ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റിയതിൻ്റെ നിരാശയും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ബ്രിഗേഡിയർ സനൽകുമാർ തത്സമയം ചേരുന്നു. ബ്രിഗേഡിയർ സനൽകുമാർ, സമാനമായ ദുർഘടമായ സാഹചര്യങ്ങളിൽ നിരവധി രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായിട്ടുള്ളൊരു വ്യക്തിയാണ് താങ്കൾ. അങ്ങയുടെ ഒരു അനുഭവ പരിചയം വെച്ച് നോക്കുമ്പോൾ ഈ അർജുനെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അത് ഇനി എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ്. കാരണം കഴിഞ്ഞ 7 ദിവസം പരിശോധന നടത്തി, യാതൊരു സൂചനകളുമില്ല. ഏറ്റവും ഒടുവിൽ ലഭ്യമായിട്ടുള്ള വിവരം സിഗ്നൽ ഈ അർജുൻ സഞ്ചരിച്ച വാഹനത്തിൻ്റെ എന്ന് കരുതുന്ന സിഗ്നൽ ലഭിച്ചു എന്നാണ്. പക്ഷെ അതാണ് എന്ന് അർജുൻ്റെ വാഹനമാണ് എന്ന് ഉറപ്പിക്കാൻ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഇനിയുള്ളൊരു സാധ്യതകൾ എങ്ങനെയാണ്? ഇത് എന്താണ് പ്രധാനമായും ഈ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായിട്ടുള്ളത്? ബ്രിഗേഡിയർ സനൽകുമാർ. കേൾക്കാമോ? ഇതില് 2-3 കാര്യങ്ങൾ കേൾക്കാം. 2-3 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഒന്ന്, നമ്മൾക്ക് ഈ ലോറിയോ ആളോ കിട്ടുന്നിടം വരെ കിട്ടിയെന്ന് പറയാറായില്ല. കിട്ടിക്കഴിഞ്ഞിട്ടേ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ സിഗ്നൽസ് എന്തിന്റെ സിഗ്നലാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം കൺഫേം ചെയ്യാൻ ആർക്കും കഴിയില്ല. അതിപ്പം എത്ര ടെക്നിക്കലായിട്ട് വന്നാലും നമുക്ക് കണ്ടാൽ അറിയില്ല. പ്രകൃതി കാര്യങ്ങൾ ചെയ്യുന്നത് അതിന്റെ ഇതിലാണ് ചെയ്യുന്നത്. നമുക്ക് അത്രയും തിരിച്ചറിയാറായിട്ടില്ല, എത്രയൊക്കെ ടെക്നോളജി വന്നിട്ടും. സമാനമായിട്ട് ഞാൻ ഇങ്ങനെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നല്ല എന്റെ ക്ലെയിം. പക്ഷെ ഞാൻ സർവേ ചെയ്തിട്ടുള്ള അടുത്ത് ഞങ്ങൾക്ക് മണ്ണിടിച്ചിലല്ല ഉണ്ടായിട്ടുള്ളത്. അവിടെ മഞ്ഞ് പിടിപ്പാണ് ഉണ്ടായത്, അവലാഞ്ചാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു സീസണിൽ അവലാഞ്ച് ഉണ്ടായി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു 6 പേരെ നഷ്ടപ്പെട്ടു. ആ 6 പേരിൽ ഞങ്ങൾ ഒരു മാസം എടുത്തിട്ടാണ് 4 പേരെ കിട്ടിയത്. 2 പേരെ ആ സീസണിൽ ഞങ്ങൾക്ക് കിട്ടിയില്ല. ശ്രമിക്കാഞ്ഞിട്ടല്ല, ഞങ്ങളുടെ ആ ബറ്റാലിയന്റെ ആൾക്കാര് രാവിലെ മുതൽ രാത്രി വരെ എല്ലാ ദിവസവും ഏതാണ്ട് 1 മാസത്തോളം അവിടെ ഞങ്ങൾ ശ്രമിച്ചതാണ്. എന്നിട്ട് 2 ബോഡി അത് ഈ മഞ്ഞുകാലം കഴിഞ്ഞ് ഉഷ്ണകാലം വന്നു കഴിയുമ്പോൾ ഈ മഞ്ഞൊക്കെ ഉരുകി കഴിഞ്ഞിട്ടാണ് ഈ അവലാഞ്ച് നടന്ന ഞങ്ങൾ പ്രതീക്ഷിച്ച സ്ഥലങ്ങളിൽ നിന്നും ഏതാണ്ട് 250-300 മീറ്റർ ദൂരെ ഒരു കല്ലിന്റെ ഒരു പാറയുടെ അടിയിലാണ് ഞങ്ങൾക്ക് ആ ബോഡി 2 കിട്ടിയത്. അതുകൊണ്ട് ഇത് നമുക്ക് എവിടെയാണ് കിട്ടുക എന്നുള്ള കാര്യം നമുക്ക് പറയാനൊക്കില്ല. ഈ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ എന്ന് പറയുന്നതാണെങ്കിൽ അതാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഉണ്ടെങ്കിൽ ആണെങ്കിൽ തന്നെ അതിന്റെ ലിമിറ്റേഷൻ വളരെ കാര്യമായിട്ടുണ്ട്. കാരണം അത് ഒരു അതിന്റെ സിഗ്നൽ റിഫ്ലക്ട് ചെയ്യുന്ന എന്താണെന്നുള്ള കാര്യം അതിന് ക്ലിയർ ആയിട്ട് പറയാനൊക്കില്ല. എന്തെങ്കിലും ഒരു ചെറിയ ഒരു സിഗ്നൽ റിഫ്ലക്ട് ചെയ്യുന്ന എന്താണെന്നുള്ള കാര്യം നമുക്കും പറയാനില്ല. അത്രയ്ക്ക് പരിചയമുള്ളവരുണ്ടെങ്കിൽ ചിലപ്പോൾ പറയാനൊക്കുന്നേ ഉള്ളൂ. ഇവർക്കിപ്പോൾ ഉപയോഗിക്കാം, കണ്ടുപിടിക്കാം, പിന്നെ അവിടെ ഇങ്ങനെ എസെൻഷ്യലി മാനുവലായിട്ട് തന്നെ കുഴിക്കണം. എന്താ വെച്ചാൽ നമുക്ക് അറിയാനൊക്കില്ലല്ലോ അത് അടിയിൽ എന്താന്നുള്ള കാര്യം നമുക്ക് അറിയാത്തതുകൊണ്ട് കാരണം
ഈ വലിയ മെക്കാനിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ചെയ്താൽ അത് ഇല്ലാതെയായി പോകുമെന്നുള്ള ഭയം വരും. അത് കാരണം നമ്മൾ സൂക്ഷിച്ച് ചെയ്യുള്ളൂ. അത് കാരണം ഇത് സമയമെടുക്കും. നമ്മൾ മാധ്യമങ്ങളാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിൽ തന്നെ നമ്മൾ ഇതിനെപ്പറ്റി ഇപ്പൊ എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു, അത് സംഭവിക്കാതിരിക്കാമായിരുന്നു എന്നുള്ള കാര്യത്തെപ്പറ്റി ഇനിയിപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഈ സംഭവിച്ച സ്ഥിതിക്ക് ഇനി അനന്തരമാണ് നമുക്ക് നോക്കേണ്ടത്. ഈ അനന്തരം തീർച്ചയായും ബ്രിഗേഡിയർ സനൽകുമാർ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. നമുക്കറിയാം വളരെ വെല്ലുവിളി നിറഞ്ഞൊരു സാഹചര്യത്തിലാണ് നമ്മുടെ സൈന്യം അവിടെ പ്രവർത്തിക്കുന്നത്, രക്ഷാപ്രവർത്തനം നടത്തുന്നതെന്ന്. പക്ഷെ ഇവിടെ ഒരു വെല്ലുവിളി ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ കാലാവസ്ഥ ഏതെങ്കിലും രീതിയിൽ തിരിച്ചടിയാകുന്നുണ്ട്. മാത്രമല്ല വലിയ രീതിയിൽ ഒരു മല ഇടിഞ്ഞു വീണതാണ്. ഇത് ഈ മണ്ണ് മാറ്റുക എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് ഈ അർജുനെ കണ്ടെത്തുക എന്ന ഒരേ ഒരു പോംവഴി. അതിലേക്ക് എത്തുക ഈ സൈന്യത്തെ സംബന്ധിച്ച് സൈന്യം കൂടി എത്തിയപ്പോൾ വലിയ പ്രതീക്ഷയൊക്കെ നമുക്കുണ്ടായിരുന്നു. ഇത് ഏതെങ്കിലും രീതിയിലുള്ള എന്താണ് തടസ്സമായി നിൽക്കുന്നത്? ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്ന ഘടകം എന്താണ്? രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്നത് ആക്ച്വലി ഈ ഇടിഞ്ഞു വീണ മലയാണ്. അത് മാറ്റാതെ നമുക്ക് എവിടെയാണെന്ന് അറിയാൻ ഒക്കില്ലല്ലോ. എക്സാക്ട്ലി എവിടെയാണ് വീണതെന്ന് അറിഞ്ഞിട്ടേ മണ്ണ് മാറ്റിയിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ഈ മല മുഴുവൻ മാറ്റിക്കഴിഞ്ഞാലും ചിലപ്പം അവിടെങ്ങും ആയിരിക്കണമെന്നില്ല. ഈ ലോറിയോ ഈ അർജുനോ അവിടെ ആയിരിക്കണമെന്നില്ല. അർജുൻ ലോറിയിൽ തന്നെ പെട്ടെന്ന് നമുക്കറിയില്ല. അതിൽ നിന്ന് തെറിച്ചു പോയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇതൊക്കെ ഒരു കിട്ടുന്ന ഏതോ ഫെയിന്റ് സിഗ്നൽ വെച്ചിട്ട് നമ്മൾ അവിടം വരെ ചെന്ന് കഴിയുമ്പോഴേ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവുള്ളൂ ഇതിനകത്തില്ല എന്നുള്ളത്. അപ്പൊ പിന്നെ നമ്മൾ എവിടെ എന്നുള്ള കാര്യം പിന്നെ ശ്രമിക്കേണ്ടി വരും. ഇത് ധൃതി പിടിക്കാതിരിക്കുകയാണ് വേണ്ടത്. നമ്മൾ ആക്ച്വലി ഈ മാധ്യമങ്ങൾ അതിന്റെ അപ്ഡേറ്റ്സ് കൊടുക്കുന്നതിനനുസരിച്ച് അപ്ഡേറ്റ്സ് കൊടുക്കുക എന്നല്ലാതെ ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നാൽ അവരുടെ വർക്കിങ്ങിനെ ഇന്ററപ്റ്റ് ചെയ്യാതിരിക്കാണ് വേണ്ടതെന്നാണ് എന്റെ പക്ഷം. ഇത് സമയമെടുക്കും, ഒരുപാട് സമയമെടുക്കും. എന്നിട്ട് ഇത് എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഒരു ഏരിയ. പക്ഷേ ബ്രിഗേഡിയർ സനൽകുമാർ, മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ ഒരു അതീവ ജാഗ്രത കാണിക്കുന്നുണ്ട്. കാരണം ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അർജുനെ കാണാതാകുന്നത്. ആദ്യത്തെ 2 ദിവസം ഈ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും മന്ദഗതിയിലായിരുന്നു. മന്ദഗതിയിൽ നിന്ന് മാത്രമല്ല, രക്ഷാപ്രവർത്തനം ഉണ്ടായില്ലെന്ന് തന്നെ പറയേണ്ടി വരും. മാധ്യമങ്ങൾ, കേരളത്തിലെ അടക്കമുള്ള മാധ്യമങ്ങൾ അവിടെ എത്തി വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തി വാർത്തകൾ ഇത് മാത്രം ഇന്ന് കേരളത്തിലെ ഉൾപ്പെടുന്ന എല്ലാ മാധ്യമങ്ങളും ഈ അർജുന്റെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാത്രമാണ് പങ്കുവെക്കുന്നത്. ഒരുപക്ഷെ ഇതുപോലുള്ള സമ്മർദ്ദം ചെന്നതുകൊണ്ടല്ലേ ഇവിടെ അവിടുത്തെ സേന, പോലീസും മറ്റ് സംവിധാനങ്ങളും അടക്കം ഉണർന്ന് പ്രവർത്തിക്കാൻ ഒരു കാരണമായത്. പക്ഷെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. എങ്കിൽ പോലും ഒരു കാര്യം തുറന്നു പറയട്ടെ, ഇവിടെ അർജുന്റെ കുടുംബം അത്തരമൊരു കുറ്റപ്പെടുത്തൽ നടത്തുന്നില്ലെങ്കിൽ പോലും അവരുടെ വിഷമം, അവരുടെ വേദനയൊക്കെ അവർ പങ്കുവെക്കുന്നുണ്ട്. മലയാളികളായിട്ടുള്ള രക്ഷാപ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റിയെന്ന് പറയുന്നു. ഏതാനും ആളുകളെ ഒഴിച്ച് പൂർണ്ണമായി അവിടെ നിന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ അവിടെ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഈ മലയാളികളെ അല്ലെങ്കിൽ മാധ്യമങ്ങളെയൊക്കെ അവിടെ നിന്ന് പൂർണ്ണമായും നീക്കിയത്? എന്തുകൊണ്ടായിരിക്കും ആക്ച്വലി അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചാലേ അറിയാനൊക്കെ ഉള്ളൂ. ബട്ട് ഫ്രാങ്ക്ലി എനിക്ക് തോന്നുന്നത് ഭാഷ അറിയാൻ വയ്യാത്ത കന്നഡ അല്ലെങ്കിൽ അവിടുത്തെ ഭാഷ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ അവരോട് എന്തെങ്കിലും പറഞ്ഞ് ജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ വിഷമായതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കൂ, ഞങ്ങൾ ചെയ്തോട്ടെ എന്ന് പറയാനായിരിക്കും. ഞങ്ങളുടെ ഇൻസിഡന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഞങ്ങളുടെ ആൾക്കാർ, അറിയാവുന്ന ആൾക്കാർ മാത്രമാണ് ചെയ്തത്. അങ്ങനെ ചെയ്താലേ കോർഡിനേറ്റ് ചെയ്യാനൊക്കെ ഉള്ളൂ എന്നുള്ളത് കൊണ്ടായിരിക്കണം അവർ മാറ്റി നിർത്തിയിരിക്കുന്നത്. അല്ലാതെ അവർക്കത് അതിനോട് നമുക്കൊരു ദുഷിച്ച ഇന്റന്റ് വിചാരിക്കേണ്ട കാര്യമല്ല. എല്ലാവർക്കും ഈ മഴയത്തല്ല, ഈ മണ്ണിന്റെ ഇടയ്ക്ക് ഈ ചെളിക്കകത്ത് നിൽക്കേണ്ട എല്ലാവർക്കും ചെയ്തിട്ട് പോകണം. എന്തായാലും സംഭവിച്ചത് ചെയ്തിട്ട് പോകണം എന്നുള്ളതായിരിക്കുമല്ലോ ആവശ്യം. അല്ലെ ഇതിപ്പം മലയാളികളെ മാറ്റി നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പം അവരുടെ കോർഡിനേറ്റഡ് ടീം, ഇപ്പൊ ഈ ആർമിയുടെ ടീം വന്നിട്ടുണ്ട്. ആർമിയുടെ ടീമിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഞാനോട് ചെയ്യാമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആർമിക്കാർ വന്ന് മാറി നിൽക്കും. ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അന്നേരം പറയാം എന്നല്ലേ പറയുള്ളൂ. അവര് പ്രാക്ടീസ് ചെയ്തായിരിക്കും. അവർക്ക് തമ്മിൽ കോർഡിനേഷൻ ഉള്ളതിന്റെ ഇടയ്ക്ക് ഇതില്ലാത്ത ആളുകൾ ചെന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവരോട് നിങ്ങൾ ഒരു മിനിറ്റ് മാറി നിൽക്കുന്നത്, ഞങ്ങൾ ചെയ്തോട്ടെ, ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങളെ വിളിക്കാം എന്നായിരിക്കും പറഞ്ഞിരിക്കുക. ഈ മാറ്റി നിർത്തി എന്നുള്ളതൊക്കെ നമ്മളുടെ ഒരു ഒപ്പീനിയൻ ആണ് ആക്ച്വലി, റിയലി സ്പീക്കിംഗ്. എനിക്ക് തോന്നുന്നില്ല, എന്താണെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഫ്രാങ്ക്ലി എനിക്ക് തോന്നുന്നതാണ്. ഞാൻ ഇവിടുന്ന് ദൂരെ ഇതിനെ ഫോളോ ചെയ്യാത്ത പോലെ ആൾ കൂടിയാണ്. ഇപ്പൊ എന്തായാലും സംഭവിച്ചെങ്കിൽ എനിക്കറിയാം ഇത് സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങ് ഫോളോ ചെയ്യുന്നുമില്ല. എന്നാൽ തന്നെ എനിക്ക് തോന്നുന്നത് ഈ മാറ്റി നിർത്തിയൊന്നും മലയാളികളെ മാറ്റി നിർത്തുന്നത് നമ്മുടെ ഒരു ഒപ്പീനിയൻ ആണ്. എന്റെ ഫീലിംഗ് ആണ്. കാലാവസ്ഥ ആൻഡ് ഈ ഇടിഞ്ഞു വീണ മല മാറ്റണം. ഓരോ തടിയും മാറ്റിയാലേ നമുക്കത് കിട്ടുള്ളൂ. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ക്വയറ്റ് ആയിട്ട് മിണ്ടാതെ
അതിലോട് അറ്റൻഷൻ മാത്രം ചെയ്ത് ഇത് കുറെ നേരം എടുക്കും. കുറെ നാൾ എടുത്തിട്ടേ പറ്റുള്ളൂ. അത് എല്ലാവർക്കും ഈ നഷ്ടത്തിൽ എല്ലാവർക്കും സങ്കടമുണ്ട്. നമ്മളുടെ കൂട്ടത്തിൽ ഒരാളെ മിസ്സിംഗ് ആയാലും ഒരു ഇത് സംഭവിക്കുകയാണെങ്കിൽ നമുക്കത് സഹിക്കില്ല, സത്യമാണ്. പക്ഷെ വഴിയില്ല, വേറെ ഒരു സിസ്റ്റമും ഇല്ല. അതിപ്പോ നമ്മൾ ഏതൊക്കെ റഡാർ എന്ന് വെച്ചാൽ റഡാർ ഓട്ടോമാറ്റിക് ആയിട്ട് പറഞ്ഞു തരുന്നില്ല. മണ്ണ് പെനട്രേറ്റ് ചെയ്ത് അതിന്റെ സിഗ്നൽ തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ അത് എന്താണെന്നുള്ള കാര്യം കുഴിച്ച് അവിടം വരെ ചെന്ന് കഴിയുമ്പോഴേ ചിലപ്പോൾ ട്രക്കാണെന്നോ ചിലപ്പോൾ ഒരു പാട്ടയാണെന്നോ അറിയുള്ളൂ. അതിന് സമയമെടുക്കും. നമ്മൾ അതിനെപ്പറ്റി ബേജാറായിട്ട് കാര്യമുള്ള നമ്മളവിടെ നിന്ന് ഞാനിത് മുഴുവൻ കണ്ടിട്ടേ വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1.5 മാസം നിൽക്കേണ്ടി വന്നേക്കും. അതൊന്ന് സൂക്ഷിക്കണം. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. വ്യക്തമാണ്. വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്, നിർദ്ദേശങ്ങളാണ് അങ്ങ് പങ്കുവെച്ചത്. ബ്രിഗേഡിയർ സനൽകുമാറാണ് ഇപ്പോൾ സ്പോട്ട് ലൈവിൽ തത്സമയം ചേർന്നത്. KB ബൈജുവിലേക്ക് കൂടി പോകുന്നു. KB ബൈജു, ഇപ്പോൾ ബ്രിഗേഡിയർ സനൽകുമാർ അദ്ദേഹം മറ്റൊരു സാഹചര്യത്തിൽ ഇതുപോലുള്ള ദുർഘടമായ സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവ പരിചയത്തിൽ ഒരുപക്ഷെ ഇതൊരു വളരെ വെല്ലുവിളി നിറഞ്ഞൊരു രക്ഷാദൗത്യമാണെന്ന് പറയുന്നുണ്ട്. ഇനിയും കാലതാമസം എടുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്കൊരു പ്രതീക്ഷയുടെ നാമ്പ് തന്നെ വന്നിരിക്കുന്നത് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ 2 ഇടങ്ങളിൽ ഈ സിഗ്നൽ ലഭിച്ചതാണ്. ഇത് അർജുൻ്റെ വാഹനത്തിൻ്റെ സിഗ്നൽ ആണ് എന്ന് പൂർണ്ണമായി ഉറപ്പിക്കാറായിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ആ സിഗ്നൽ അത് ഈ ഭൂമിയിൽ നിന്നും എത്രത്തോളം താഴെയാണ് എന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നും എത്രത്തോളം താഴെയാണെന്നാണ് ഈ സിഗ്നലിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില സൂചനകൾ വന്നിരുന്നു, ഇത് 8 മീറ്റർ താഴെ, മണ്ണിനടിയിൽ 8 മീറ്ററോളം താഴെ ഈ സിഗ്നൽ ലഭ്യമായിട്ടുണ്ടെന്നാണ്. എന്താണ് അവിടെ നിന്നും ഈ രക്ഷാ ദൗത്യത്തിൽ പങ്കാളികളായിട്ടുള്ളവർ നൽകുന്ന വിവരങ്ങൾ? ബൈജു. ടോമെ, വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ സിഗ്നൽ 2 ഇടത്ത് കണ്ട സ്ഥലത്ത് ലോറി ഇല്ല എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് മാത്രമല്ല, റഡാർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നു, മറ്റ് ഇടങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുന്നു എന്ന ഒരു വേദനാജനകമായ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വലിയ പ്രതീക്ഷയായിരുന്നു ഇത്തരത്തിൽ 2 ഇടങ്ങളിൽ റഡാർ സിഗ്നൽ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഒരു സിഗ്നൽ കണ്ടു എന്നത് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ലോറി ഇല്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം, അവിടെ പരിശോധന നടത്തിയതിൽ നിന്നും. അതുകൊണ്ട് തന്നെ റഡാർ മറ്റിടങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചിട്ടുണ്ട്, മറ്റിടങ്ങളിൽ കൂടി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ലോറി കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമായി നടക്കുന്നു. 7 ദിവസം പിന്നിട്ടപ്പോഴും ലോറി എവിടെ, അർജുൻ എവിടെ, ഒപ്പം ഈ കർണാടകയിലുള്ള 2 പേർ അവരെവിടെ എന്ന ചോദ്യം മാത്രം ഇപ്പോഴും ബാക്കിയാവുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഏതായാലും നമുക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഇത്തരത്തിൽ 2 സിഗ്നൽ ലഭിച്ചു എന്നത്. അത് സൈന്യത്തിന്റെ ഒരു വിശദീകരണം കൂടിയായിരുന്നു. ഇത്തരത്തിൽ 2 സിഗ്നൽ ലഭിച്ച ഔദ്യോഗികമായ ഒരു സന്ദേശമായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ നിരാശ ഉണ്ടാക്കുന്ന വാർത്തയാണ്, വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അവിടെയുള്ള മണ്ണ് നീക്കം ചെയ്തപ്പോൾ ലോറി കണ്ടെത്താനായില്ല. ഏതായാലും റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന വീണ്ടും വ്യാപിപ്പിച്ചിട്ടുണ്ട്. മറ്റെവിടെയെങ്കിലും ഇത്തരത്തിൽ സിഗ്നൽ ലഭിക്കുന്നുണ്ടോ എന്ന പരിശോധനയാണ് നടക്കുന്നത്. അത്തരത്തിലുള്ള പരിശോധനയുമായി ഇപ്പോൾ സൈന്യം മുന്നോട്ട് പോവുകയാണ്. ഇനി ഏറ്റവും പ്രധാനം, ഇന്ന് രാത്രി കൂടി തിരച്ചിൽ ഉണ്ടാകുമോ എന്നതാണ്. പുഴയിൽ തിരച്ചിൽ ദുഷ്കരമാണ്. നേരത്തെ തന്നെ അത് റവന്യൂ മന്ത്രി ഉൾപ്പെടെ സൂചിപ്പിച്ചിരുന്നു. നമ്മൾ നേരിട്ട് ആ സ്ഥലത്ത് നേരിട്ട് ആ സ്ഥലത്ത് തന്നെ ഉള്ള ഒരു ആളെന്ന നിലയ്ക്കും അത് ദുഷ്കരം തന്നെയാണ്. അത്രത്തോളം മണ്ണ് ആ പുഴയിൽ മുകളിൽ നിന്നും ഒരു മല തന്നെ ഇടിഞ്ഞ് ഈ പുഴയിലേക്ക് പതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ് അത്. ഏതായാലും ഇപ്പോഴും മാധ്യമ പ്രവർത്തകർ പുറത്ത് തന്നെയാണ്. ഇതിനകത്ത് ഇപ്പോഴും കയറാൻ സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ അല്പസമയത്തിനകം തന്നെ നമുക്ക് അകത്ത് കയറാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഏതായാലും പുതിയ ദൃശ്യങ്ങൾ നമുക്ക് ഉടൻ തന്നെ നൽകാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്. ബൈജു പറയുന്ന പോലെ നിരാശപ്പെടുത്തുന്ന കാര്യങ്ങൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നു. അതായത് ഈ സിഗ്നൽ അത് അർജുൻ്റെ വാഹനത്തിൻ്റെ സിഗ്നൽ അല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. ബൈജു, ഒരു കാര്യം കൂടി അറിയേണ്ടത്, ഇത് ആ സിഗ്നൽ ബൈജുവിൻ്റെ അർജുൻ സഞ്ചരിച്ച വാഹനത്തിൻ്റെ സിഗ്നൽ അല്ല എന്ന് ഇപ്പോൾ ഉറപ്പിക്കുമ്പോൾ, അങ്ങനെയെങ്കിൽ ഇനിയുള്ള സാധ്യത എങ്ങനെയാണ്? ഈ റഡാർ വഴിയുള്ള പരിശോധന അല്ലാതെ ഈ വാഹനം കണ്ടെത്താൻ മറ്റെന്തെങ്കിലും വഴികളുണ്ടോ? ഇത് ഈ മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട്, അത് ഏതൊക്കെ പ്രദേശങ്ങൾ പൂർണ്ണമായും അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്? ബൈജു,
തീർച്ചയായും നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതേ രീതിയിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അതിനൊപ്പം സൈന്യത്തിന്റെ ഒരു റഡാർ ഇവിടെ എത്തിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. മറ്റ് അത്യാധുനിക സംവിധാനങ്ങളൊന്നും തന്നെ ഇവിടെ എത്തിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് ജില്ലാ പോലീസ് മേധാവി ഒരു പക്ഷേ പ്രതികരിച്ചേക്കും. അദ്ദേഹം ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ഇല്ല, അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം കടന്നു വരുന്നു. ഇനിയും നമുക്ക് ഇതിനകത്ത് കയറാൻ ഇന്ന് സാധിച്ചിട്ടില്ല എന്നതാണ്. ഏത് രീതിയിലൊക്കെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് എന്നത് കുടുംബങ്ങൾ അറിയണം, നാട്ടിലുള്ള. അതുമാത്രമല്ല, മാധ്യമങ്ങളെയും മലയാളികളായിട്ടുള്ള രക്ഷാപ്രവർത്തകരെ ആ സ്ഥലത്തു നിന്ന് മാറ്റിയിട്ടുണ്ട്. ഉടൻ തന്നെ അവിടേക്ക് എത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ബൈജു പങ്കുവെക്കുന്നുണ്ട്. കഴിഞ്ഞ 7 ദിവസമായി പ്രതീക്ഷയോടെ മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് അർജുൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ. പക്ഷേ പല വെല്ലുവിളികളുമുണ്ട്. ഏറ്റവും ഒടുവിൽ ചെറിയ സൂചനകൾ, സാധ്യതകൾ ഒക്കെ പുറത്തു വന്നിരുന്നു. റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ 2 ഇടങ്ങളിൽ ചില സിഗ്നൽ ലഭിച്ചിരുന്നു. അത് അർജുൻ സഞ്ചരിച്ച വാഹനത്തിൻ്റെതാണ് എന്ന രീതിയിലുള്ള സൂചനകൾ വന്നിരുന്നു. പക്ഷേ നിരാശപ്പെടുത്തുന്ന കാര്യം ഏറ്റവും ഒടുവിൽ KB ബൈജു പങ്കുവയ്ക്കുന്നത് അത് അർജുൻ സഞ്ചരിച്ച വാഹനത്തിൻ്റെ സിഗ്നൽ അല്ല എന്നാണ്. പക്ഷേ മറ്റു പല സ്ഥലങ്ങളിലും ഈ മണ്ണ് നീക്കം ചെയ്തൊരു പരിശോധനയുണ്ട്. ഗംഗാവലി പുഴയിൽ മൺകൂനയുള്ള സ്ഥലത്ത് സ്കൂബ ഡൈവേഴ്സിന്റെ തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. കനത്ത മഴ, കാലാവസ്ഥ അടക്കം രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. നേരത്തെ ബ്രിഗേഡിയർ സനൽകുമാർ സൂചിപ്പിച്ചതുപോലെ ഇത് വലിയ രീതിയിലുള്ള വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ് ഈ രക്ഷാദൗത്യം. കാരണം ഇത്രയധികം വലിയൊരു മല ഇടിഞ്ഞു വീണതാണ്. അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്യണം. ഒരുപക്ഷെ ഇനിയും കാലതാമസം എടുക്കാം. സൈന്യം അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. കർണാടകയിലെ അധികൃതരും അതുപോലെ പരമാവധി രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് KB ബൈജുവും സൂചിപ്പിക്കുന്നത്. വിനേഷ് കുമാർ ചേരുന്നു അർജുൻ്റെ വീടിന് സമീപത്ത് നിന്ന്. വിനേഷ്, നേരത്തെ കുടുംബവുമായി സംസാരിച്ചിരുന്നു. അവർ വലിയ വേദന പങ്കുവെക്കുന്നുണ്ട്, വിഷമം പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും തങ്ങളുടെ പ്രിയപ്പെട്ടവൻ തിരിച്ചു വരുമെന്നൊരു കാത്തിരിപ്പിലാണ് ആ കുടുംബമുള്ളത്. അവർ ഈ കുടുംബാംഗങ്ങളിൽ ആരൊക്കെയാണ് ഈ സംഭവ സ്ഥലത്തേക്ക്, ശിരൂരിലേക്ക് തിരിച്ചിരിക്കുന്നത്? വിനേഷ്, കുടുംബം പ്രതീക്ഷയിൽ തന്നെയാണ് അർജുൻ തിരിച്ചു വരുമെന്നുള്ളൊരു നേരിയ പ്രതീക്ഷയെങ്കിലും അവർക്കുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന അത്രത്തോളം പ്രതീക്ഷയില്ലെങ്കിൽ പോലും നേരിയ പ്രതീക്ഷ അവർക്കുണ്ട് അർജുൻ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ. കാരണം അങ്ങനെ തന്നെയാണ് അവരുടെ സംസാരങ്ങളിലെല്ലാം തന്നെ അത് വ്യക്തമാണ്. ഇനി അതല്ലെങ്കിൽ അവരെ കണ്ടെത്തുക എന്നുള്ളത് ഒരു ദൗത്യം, അത് പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നും അവരുടെ ബന്ധുക്കൾ പറയുന്നുണ്ട്. എന്തായാലും സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അർജുന്റെ സഹോദരൻ ഉൾപ്പെടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ബന്ധുക്കളും പോയിട്ടുണ്ട്. നിരവധി സുഹൃത്തുക്കളും പോയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ലോറി ഉടമയായ മനാഫ് ഉൾപ്പെടെയുള്ള ആളുകളും അവിടെ തന്നെയാണ് ഉള്ളത്. എന്തായാലും വീട്ടിലിപ്പോൾ അച്ഛനും അമ്മയും സഹോദരിമാരും ഭാര്യയും കുഞ്ഞുമാണ് ഉള്ളത്. അവർ എന്തായാലും അർജുൻ തിരിച്ചു വരേണ്ടത് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മാത്രമല്ല നമ്മുടെ എല്ലാം നാടിന്റെ എല്ലാം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ കുറെ മനുഷ്യരിങ്ങനെ ജീവിക്കുകയാണ്. ഒപ്പം തന്നെ നാട്ടുകാർക്കും അർജുൻ തിരിച്ചു വരണം. അർജുന്റെ തിരിച്ചുവരവിന് വേണ്ടി തന്നെയാണ് പ്രദേശത്തുള്ള ആളുകളൊന്നും ജോലിക്ക് പോലും പോകാതെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളോളം കാത്തുനിന്നത് അതിനു വേണ്ടിയായിരുന്നു. എന്തായാലും കർണാടകയുടെ ഒരു ശ്രമം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഫലപ്രദമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ള ഒരാക്ഷേപം അത് അവർ തുടക്കത്തിൽ തന്നെ അത് ഉന്നയിച്ചതാണ്. ആ ഒരു ഇതിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നുമുണ്ട്. കാരണം എന്തായാലും അങ്ങനെ ഒരു അത്തരത്തിൽ കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. തുടക്കത്തിലുള്ള ഒരു വളരെ മന്ദഗതിയിലായിരുന്നു രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ. അത് അവർ എടുത്തു പറയുന്നുണ്ട്. ഇപ്പോഴെന്തായാലും അവർ കുറച്ച് ഈ മാധ്യമങ്ങളും അതുപോലെ തന്നെ കേരള സർക്കാരും ഉൾപ്പെടെ ഉണർന്ന് പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ ആ ഒരു തരത്തിൽ അവർക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിരുന്ന ആ പ്രതീക്ഷയ്ക്ക് അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാളുടെ ജീവൻ തിരിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ എന്തായാലും ബന്ധുക്കളും നാട്ടുകാരും എല്ലാം പങ്കുവെക്കുന്നുണ്ട്. ടോം, വിനേഷ് സൂചിപ്പിക്കുന്ന പോലുള്ള ഒരു വിവരങ്ങൾ തന്നെയാണ് കുടുംബം പങ്കുവയ്ക്കുന്നത്. അവർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. വിനേഷ്, ഈ
അർജുൻ്റെ ഏതാനും കുടുംബാംഗങ്ങൾ സംഭവ സ്ഥലത്തേക്ക് നേരത്തെ തന്നെ വിനേഷിലേക്ക് എത്താം. ഇപ്പോൾ ലോറി ഉടമ മനാഫ് തത്സമയം ചേരുന്നുണ്ട്. മനാഫ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വലിയ നിരാശ പ്രകടിപ്പിച്ചിരുന്നു. അവിടെ മലയാളികളെ അവിടെ നിന്ന് പൂർണ്ണമായും മാറ്റി, മലയാളികളായിട്ട് രക്ഷാപ്രവർത്തകരെ മാറ്റി, നിങ്ങളെ ഉൾപ്പെടെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞ വിവരം. തിരികെ പക്ഷെ നേരത്തെ ഞങ്ങളുടെ പ്രതിനിധി ശിരൂരിലുള്ള പ്രതിനിധി KB ബൈജു തിരികെ അവിടെ സംഭവ സ്ഥലത്തേക്ക് എത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ പങ്കുവച്ചിരുന്നു. അങ്ങനെയുള്ള സാധ്യതകളുണ്ടോ? നിങ്ങളിപ്പോൾ ആരുമായിട്ടാണ് ബന്ധപ്പെടാൻ കഴിയുന്നത്? അവിടുത്തെ ഏതെങ്കിലും അധികൃതർ, സേന അല്ലെങ്കിൽ പോലീസുമായി ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടോ? എന്താണ് അവർ സംഭവ സ്ഥലത്തു നിന്നും ഏറ്റവും ഒടുവിൽ നൽകുന്ന വിവരങ്ങൾ? ഈ രക്ഷാപ്രവർത്തനം എങ്ങനെ നടക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. നമുക്കിപ്പോ എന്താണ്, രക്ഷാപ്രവർത്തനത്തിന് 150 ആൾക്കാരുണ്ട് മലയാളികൾ. അത് ഏകദേശം 50 ആൾക്കാരിൽ ചുരുക്കിയിട്ട് രക്ഷാപ്രവർത്തനം തുടരാൻ വേണ്ടിയിട്ട് സംസാരിക്കാറുണ്ട്. ഹലോ, അതായത് ഓക്കെ, അതായത് 50 പേർക്ക് അവിടേക്ക് ചെല്ലാം, ബാക്കിയുള്ളവരോട് തിരികെ പോകാൻ പറയുന്നു. താങ്കൾക്കും മനാഫിന് അവിടേക്ക് എത്താനുള്ള മനാഫിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? അവിടേക്ക് എത്താൻ എന്തെങ്കിലും തടസ്സമുണ്ടോ ഈ സംഘത്തിനൊപ്പം? ഇല്ല. മനാഫ് ഇപ്പൊ എവിടെയാ ഉള്ളത്? ഇപ്പൊ ഞാൻ താഴെ ഉള്ളത് ഇവിടെ ലോക്കൽ ആളുകള്, ഇവിടെയുള്ള കർണാടകയിലുള്ള ലോക്കൽ ആളുകള്, ലോറി ഡ്രൈവർമാര്, അങ്ങനെ പല ആളുകളും ഒരു 150-200 ആൾക്കാരോളം വന്നിക്കണ് ഒരു സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ട്. മിക്കവാറും എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇവരെ ഒരു സപ്പോർട്ട് ഇതുവരെ ഇല്ലേനി. നമ്മൾ ലോക്കൽ ആളുകളുടെ സപ്പോർട്ട് വേണ്ടിയില്ല. അപ്പൊ ആ ലോക്കൽ ആളുകളുടെ സപ്പോർട്ടൊക്കെ അയക്കണേ. ഹലോ, ഇപ്പൊ ഇവിടുത്തെ എങ്ങനെയാണ് അവിടുത്തെ ആളുകളുടെ സഹകരണം എങ്ങനെയാണ്? കാരണം നമുക്കറിയാം നമ്മുടെ വേദന ഒരു മലയാളിയെ. ഇപ്പൊ ഒറ്റ കാര്യം, ഇപ്പൊ നിലവിൽ CI എന്താ ചെയ്യണ, ഈ ലോക്കൽ ആളുകളുണ്ടല്ലോ ഇവിടെയുള്ള, ഓരോ വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്കെതിരെ കേസ് എടുക്കാണ്. ഹലോ, നമ്മളെ വേദനയിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്ന ആളുകൾ ഓരോ സഹായമാണ് ഇപ്പൊ കിട്ടാൻ തുടങ്ങിയത്. ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ നമുക്കിപ്പോ ഓരോ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയി തരുന്നത്. ഈ ആളുകളൊക്കെ ഇപ്പൊ ഈ CI എന്താക്കാണ്, ഫോട്ടോ എടുത്തിട്ട് കേസ് വരെ പേരിലെടുക്കും. അങ്ങനത്തെ പല ഭീഷണിപ്പെടുത്തലുകളും ഓടെയുള്ള നമ്മളെ മാതിരി പ്രതികരണ ശേഷിയുള്ള ആളുകളല്ല. പ്രതികരിക്കാൻ എനിക്ക് പേടിയാണ്. ഹലോ, അപ്പോ ഇവരെ വേഗം ഭയപ്പെടുത്താൻ പറ്റും. നടക്കുന്നുണ്ട്, ആ പരിപാടികളാണ് നടക്കുന്നത് ഇവിടെ. അല്ല, നമുക്ക് നേരെ ഈ മലയാളികളായിട്ടുള്ള ആളുകൾക്ക് നേരെ ഇങ്ങനെ ഭീഷണി ഉണ്ടോ? അതോ അവിടുത്തെ ഈ തദ്ദേശീയരായിട്ടുള്ള ഈ സമീപ സ്ഥലത്തുള്ള ആളുകളെയാണോ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കുന്നത്? സമീപത്തുള്ള ആളുകളാണ് ഭീഷണിപ്പെടുത്തുന്നത്. ഇതിന്റെ കുറച്ചു നേരം മുമ്പേ മലയാളികളോട് പറഞ്ഞിരിക്കണേ 144 പാസ്സാക്കിയ സ്ഥലമാണ്. പുള്ളി കേസായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് സ്ഥിരമായി ഇങ്ങോട്ട് വരേണ്ടി വരും, കേസും കൂട്ടും നടത്താൻ എന്ന് പറഞ്ഞിരിക്കണം. അതിന്റെ ഇടയിൽ ഈ പെർമിഷൻ കിട്ടിയില്ലെങ്കിൽ ലാത്തിചാർജ് ഒക്കെ നടക്കും. ഹലോ, ഇത് പോലീസിന്റെ തീരുമാനമാണെന്ന് മനസ്സിലാക്കുന്നത്. അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ആരുമായിട്ടാണ് ബന്ധപ്പെടാൻ കഴിയുന്നത്? അവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ ഉന്നതരുമായിട്ട് മറ്റോ ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടോ? നമുക്ക് അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കന്മാരുടെ മറ്റും പിന്തുണ ലഭിക്കുന്നുണ്ടോ മനാഫ്? MLA ഒരു പിന്തുണ ഉണ്ട്, പക്ഷെ അയാൾക്കും പരിധികളൊക്കെ ഉണ്ടല്ലോ. പോലീസിനെ ആരാ കൺട്രോൾ ചെയ്യുന്നത്? പോലീസിനാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് ഇവിടെ. ഹലോ, അല്ല, എന്താണ് അവര് തടസ്സമായി പറയുന്നത്? അവിടെ നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണ് പറയുന്നത് പോലീസ്? ഒരു ബുദ്ധിമുട്ടും ഇല്ല. വെറുതെ അവര് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇവിടെ ഇല്ല. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ നടന്നു പോയതാണ് 1:30 മണി വരെ. പിന്നെ പെട്ടെന്ന് എപ്പം എന്താക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്രേസ് ചെയ്തെന്ന് തോന്നിയപ്പം തുടങ്ങിയ പ്രശ്നങ്ങളാത്. ഓരോ ദിവസവും നമ്മൾ എന്താക്കുകയാണ്, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുക. ഹലോ മനാഫ്, അവസാനം ഒരു കാര്യം കൂടി. ഇപ്പോൾ നേരത്തെ ചില സിഗ്നൽ ലഭിച്ചിരുന്നു. അർജുൻ സഞ്ചരിച്ച താങ്കളുടെ വാഹനത്തിന്റെ സിഗ്നലാണെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് ആ സിഗ്നൽ അല്ല, നിങ്ങളുടെ വാഹനത്തിന്റെ സിഗ്നൽ അല്ല എന്നാണ് ഏറ്റവും ഒടുവിൽ
ലഭ്യമായ വിവരം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനാഫിനോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നോ? അല്ല, നമ്മളെ വാഹനം ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ ഇത് മിലിറ്ററിക്ക് എന്തോ ഒരു സിഗ്നൽ തടഞ്ഞിന്. അത് എന്താന്നുള്ളത് ഓൽക്ക് പരിശോധിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ പരിശോധിച്ചിട്ട് എന്തായി എന്നുള്ളത് ഞാൻ അറിയില്ല. ഹലോ സാറേ. യെസ്, വ്യക്തമാണ്. വളരെയധികം നന്ദി മനാഫ്. ഈ ലോറിയുടെ ഉടമയാണ് പ്രതികരിച്ചത്. അവിടുത്തെ ഇപ്പോഴത്തെ പ്രതിസന്ധികളെക്കുറിച്ച് മനാഫ് വിവരിക്കുകയാണ് ചെയ്തത്. മലയാളികളായിട്ടുള്ളവരെ അവിടെ നിന്നും മാറിപ്പോകാൻ പോലീസ് സമ്മർദ്ദം ചെലുത്തുന്നു. അവിടുത്തെ നാട്ടുകാർക്ക് നേരെ, ഈ മലയാളികൾക്ക് സഹായം ചെയ്യുന്ന നാട്ടുകാർക്ക് നേരെ പോലീസിന്റെ ഭീഷണിയുണ്ട്, കേസെടുക്കുമെന്ന രീതിയിലുള്ള ഭീഷണികളൊക്കെ മുഴക്കുന്നുവെന്ന് മനാഫ് പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ നിരാശപ്പെടുത്തുന്ന വിവരങ്ങളാണ് പ്രേക്ഷകരോടും പങ്കുവെക്കാനുള്ളത്. കാരണം മലയാളികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ രക്ഷാപ്രവർത്തനത്തെ, രക്ഷാദൗത്യത്തെ. എന്നാൽ അത് ഈ റഡാറിൽ കണ്ടത്, ആ സിഗ്നൽ അർജുൻ സഞ്ചരിച്ച വാഹനത്തിൻ്റെതല്ല എന്നാണ് പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ. KV ബൈജു നേരത്തെ പങ്കുവച്ച വിവരം. എന്തായാലും രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിക്കട്ടെ. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങൾ അടുത്ത വാർത്താ ബുള്ളറ്റിനിലുണ്ടാകും ഇടവേളയ്ക്ക് ശേഷം.